നമ്മുടെ നാടിന്ന് വലിയൊരു പോരാട്ടത്തിലാണ്. ലഹരിക്ക് എതിരെയുള്ള വലിയൊരു പോരാട്ടത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നവരെ നേർവഴിക്ക് നയിക്കുവാനും അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു പരിപാടിയാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പരിപാടി. ഒരു ചെറിയ സംഭവം കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കാണുവാനിടയായി. 2016 എക്സൈസ് കമ്മീഷണർ ആയിരുന്ന ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗിന്റെ ഒരു ചെറിയ അനുഭവ കുറിപ്പായിരുന്നു അത്. തൽക്കാലം ഞാൻ നിയമം മറന്നു എന്നുള്ള തലക്കെട്ടിൽ അദ്ദേഹം കൊടുത്തിരുന്ന ഒരു ചെറിയ സംഭവമാണ്. തന്റെ ഔദ്യോഗിക ജീവിതത്തിലുള്ള ഉണ്ടായ ഒരു ചെറിയ സംഭവം അദ്ദേഹം വിവരിക്കുകയാണ്. അതില് ഒരു മാതാവും മകനും മാത്രമുള്ള ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, മയക്കുമരുന്ന് അവരുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു സംഭവം, അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നിരന്തരം മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് ആ അമ്മയെ ദിവസവും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന മകൻ, ആ മകന്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് അമ്മ വേറൊരു വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് താമസം മാറ്റുന്നു. ആ അമ്മയുടെ നിരന്തര അഭ്യർത്ഥന പ്രകാരം എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ചെന്നപ്പോൾ അദ്ദേഹം തൽക്കാലം നിയമം മറന്നുകൊണ്ട് ആ മകനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കുന്നു. നിയമമനുസരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ അയാളുടെ അനുവാദത്തോടുകൂടെ മാത്രമേ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് വിധേയമാക്കാവൂ. എങ്കിലും അദ്ദേഹം തൽക്കാലം നിയമം മറന്നുകൊണ്ട് സ്വന്തം റിസ്കിൽ ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മകനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കുകയും പിന്നീട് തുടർന്ന് ആ ചികിത്സയുടെ ഫലമായി ആ വ്യക്തി അതിൽ നിന്ന് പരിപൂർണമായി വിമുക്തി നേടുകയും തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് അമ്മയോടൊത്ത് ആ മകൻ സുഖമായിട്ട് ജീവിക്കുന്ന സംഭവം അദ്ദേഹം ഉൾപ്പെടുത്തുകയാണ്. ഇത് വിരൽ ചൂണ്ടുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ്. മയക്കുമരുന്നിന്റെ പാഠങ്ങൾ നമ്മൾ തുടങ്ങേണ്ടത് സമൂഹത്തിൽ നിന്നല്ല, മയക്കുമരുന്നിന്റെ പാഠങ്ങൾ വീട്ടിൽ നിന്നും തുടങ്ങേണ്ട ഒരു സമയത്തിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലം നമുക്ക് ചുറ്റിലും രൂപപ്പെട്ടു വന്നിരിക്കുന്നു. നോക്കുമ്പോൾ ഓരോ കുട്ടിയും തൻ്റെ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. മാതാപിതാക്കൾ മറ്റു പാഠങ്ങളോടൊപ്പം മയക്കുമരുന്നിന് എതിരെയുള്ള ദൂഷ്യഫലങ്ങളും അത് തകർക്കുന്ന ജീവിതങ്ങളെയും കുറിച്ച് അപ്പോൾ തൊട്ട് പറഞ്ഞു കൊടുക്കണം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമുക്ക് വീട്ടിൽ നിന്നും തന്നെ തുടങ്ങാം. സേ നോ ടു ഡ്രഗ്സ്.